ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തൽക്കാലം നീ ഇതിവിടെ വെക്കണം. എവിടെ വെക്കണം? എന്റെ വിഷ്ണു, ഈശ്വര, അപശകനാണല്ലോ ഇത്. അവിടെ പൂജ നടക്കുമ്പോ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ഷോ, എന്റെ മോന് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടാവോ? ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക? എന്തെങ്കിലും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളില്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. എടാ വിഷ്ണു, എന്താണ് മോനെ നിനക്ക് പറ്റിയിരിക്കുന്നത്? എടാ നീ ഇപ്പൊ ശരിക്കും എവിടെയാടാ? അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് നീ എവിടെയാ മാറി നിൽക്കുന്നത്? പിള്ളേ, പിള്ളേ, പിള്ളേ. എന്താ സത്യാമ്മേ? വിഷ്ണുവിന്റെ ഫോട്ടോ വീണ് പൊട്ടി. അവന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ വീണ് പൊട്ടില്ല. ഏയ്, എന്താ ആപത്ത്? വിഷ്ണു കുഞ്ഞിനെ ഒരാപത്തും വരില്ല. സത്യാമ്മയുടെ മനോധൈര്യം മുഴുവനും വിഷ്ണു കുഞ്ഞിനാ കിട്ടിയിരിക്കുന്നത്. ഒരാപത്തും വരത്തില്ല. സത്യമേ, ഞാൻ ഇന്ന് തന്നെ ഇത് കൊണ്ടുപോയി ഫ്രെയിം ചെയ്ത് കൊണ്ടുവരാം. വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. പിള്ളേ, എന്റെ കുഞ്ഞിന് എന്തോ കഷ്ടകാലമാ. ആ ജോത്സ്യം പെരുമാളിനെ ഒന്ന് വിളിക്കണം. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം നമുക്ക്. എനിക്ക് അവന്റെ കാര്യങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. പിള്ളേ, ഇപ്പൊ തന്നെ പോയി ഇത് ശരിയാക്കി കൊണ്ടുപോവാ. അല്ലാതെ എനിക്കൊരു സമാധാനം കിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് വരാം സത്യാമ്മേ. പെരുമാളിനെ വിളിക്കുകയും ചെയ്യാം. ശരി, പോയിട്ട് വാ. ശരി സത്യാമ്മേ. അയ്യോ ഈശ്വര, എന്തൊക്കെ അനർത്ഥങ്ങളാണോ വരാൻ പോകുന്നത്? എന്റെ കുഞ്ഞിനൊരാപത്ത് വരുത്തല്ലേ. എന്റെ കൃഷ്ണ, എനിക്കെന്റെ മകനില്ലാതെ ജീവിക്കാനാവില്ല. അവനെ എന്റെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുപോവാ. പെറ്റു തള്ളയല്ലേ ഞാൻ. കാണാൻ എനിക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? വഴക്കു പറയുന്നതും കുറ്റപ്പെടുത്തുന്നതും അവനോട് ദേഷ്യം ഉണ്ടായിട്ടല്ലല്ലോ. അവൻ നന്നാകാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെയിട്ട് സങ്കടപ്പെടുത്തുന്നത്? ഒരു ദിവസം പോലെ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാത്തവന് ഇപ്പൊ ദിവസങ്ങൾ എത്രയായി? ഇത്രയും എനിക്കിനി താങ്ങാനാവില്ല. നീ മാത്രം എനിക്കിനി അഭയം. മരിക്കുന്നത് വരെ എനിക്ക് അവനെ കാണണം. എന്റെ മോന്, അവനെ കണ്ടുകൊണ്ട് വേണം എനിക്ക് കണ്ണടയ്ക്കാൻ. കൃഷ്ണ, എനിക്കിത് സാധിച്ചു തരണേ. അപ്പായും അമ്മാവും എല്ലാം ഇങ്ങ ഉണ്ടോന്ന് தெரியாது. നീ ഒന്ന് വിളിച്ചു നോക്ക്. ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം. എന്തായാലും ഇനി ഇതും കൂടി നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. അപ്പാ, അമ്മ, അപ്പാ, അപ്പാ, അമ്മ, അമ്മ. அவங்க 2 பேரும் இங்க இல்ல, வேலைக்கு போயிருப்பாங்க. அந்த போலீஸ்காரர் அங்க என்ன பார்த்தாங்க. இல்லனா இங்க என்ன തിരക്കി വന്നിരിക്കാതെ. നീ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് അവിടേക്ക് വരണ്ട. അയാളുടെ ശ്രദ്ധ കടയിലുണ്ടാവും. ചേച്ചി വേല അതിനൊരു കുഴപ്പവും വരില്ല. നീയായിട്ടുണ്ടാക്കിയതൊന്നും അല്ലല്ലോ. നീ എന്നെ സഹായിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. 1-2 ആഴ്ച കാണാതാവുമ്പോ പിന്നെ അയാൾ ആ ഭാഗത്തേക്കൊന്നും വരില്ല.
അതുവരെ നീ ഇതിവിടെ സൂക്ഷിക്കണം. മരിച്ച നാള് വരുമ്പോ നമുക്കിവിടുത്തെ പാപനാശിനിയിൽ ഇതൊഴുക്കാം. சொந்தங்க தானக்கா இதெல்லாம் பண்ண வேண்டியது. இதுக்கு சடங்கு இருக்குமே. ഇപ്പൊ സ്വന്തം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. இந்த மாதிரி காரியங்கள் ரொம்ப நெருக்கமானவங்க தானே பண்ண வேண்டியது. വീട്ടുകാർക്കിட்ட തെரியപ്പെടുത്തിരുന്നാ നമുക്ക് இந்த ബുദ്ധിമുട്ട് വന്നിരിക്കാതെ. അത് ഞാനും മരണപ്പെട്ട ആളും തമ്മിലുണ്ടാക്കിയ ധാരണയാ. ഞാൻ വാക്ക് കൊടുത്തുപോയി. മരണപ്പെട്ട വിവരം വീട്ടുകാരെ അറിയിക്കുകയില്ലെന്ന്. അത് പാലിക്കാൻ വേണ്ടിയുള്ള ഓട്ടോ ഇത്. തൽക്കാലം നീ ഇതിവിടെ വെക്കണം. ആ, എവിടെ വെക്കണം? അപ്പൊ എങ്ങനെയാ, നമ്മൾ നാട്ടിലേക്ക് പോവല്ലേ? സാർ, ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണെന്നും ഏതിനാണെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. പിന്നെ നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് എന്റെ മൊബൈലിലും ഞാനത് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടും സമ്മതിച്ചു തരില്ല എന്ന് വെച്ചാ? അല്ല, എന്താ മറച്ചു പിടിച്ചിരിക്കുന്നത്? എന്താന്നല്ല ചോദിച്ചേ? അത് മുന്നിലേക്ക് എടുത്തേ, എടുക്കാൻ. ഇനിയോ തുറക്ക്, തുറക്കാൻ. എന്താ ഇത്? സാരമില്ല, ബാക്കി താൻ സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞാ മതി. അപ്പൊ എങ്ങനാ, നമ്മൾ പോവല്ലേ? ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം. പറയണം. പൂജയ്ക്ക് പോയവരെ കാണുന്നില്ലല്ലോ. ഇതെന്താ ഇത്രയും വൈകുന്നത്? ഭാമേ, വിഷ്ണു ഉണ്ടല്ലോ കൂടെ. ആണൊരുത്തും കൂടെ ഉള്ളപ്പം എത്ര രാത്രിയായതെന്താ? അവൻ അവരെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചോളും. ഞാനേ എന്റെ മോനെ വളർത്തിയേക്കുന്നതേ നല്ല തന്റെയോടുള്ള ആണായിട്ടാ, അല്ലാതെ പൂച്ചയായിട്ടല്ല. അതെ, അവരെല്ലാരും കൂടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാനാണോ? സാറിന് ഗുളിക കഴിക്കാനുള്ളതാ. എടോ പിള്ളേ, എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോ കിട്ടുന്ന സന്തോഷം സമാധാനം ഉണ്ടല്ലോ, അത് ഒറ്റയ്ക്ക് കഴിച്ചാൽ കിട്ടൂ. പിന്നെ ഇനി എത്ര കാലം എനിക്കിങ്ങനെ മക്കളോടും കൊച്ചുമക്കളോടും ഒപ്പം ഇരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ? പ്രത്യേകിച്ച് എന്റെ മകന്റെ അടുത്തിരുന്നേ അവ ഒരു പോക്ക് പോയാൽ അങ്ങ് പോവില്ലയോ? അതുകൊണ്ടാ ഞാൻ അവനെ ഇങ്ങനെ ചേർത്തുകൊണ്ട് നടക്കുന്നതേ.